നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ജോലി സമ്മർദ്ദം താങ്ങാൻ സാധിക്കുന്നില്ല. നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ജീവിക്കാൻ പോലും തോന്നാത്ത തരത്തിൽ, ജീവിതം പോലും മടുപ്പിക്കുന്ന തരത്തിൽ ചില ജോലി സ്ഥാപനങ്ങൾ പെരുമാറിയാൽ എന്താണ് ചെയ്യുക? പിടിച്ചു നിൽക്കാൻ കഴിവില്ലാത്തവർ മനം നൊന്ത ജീവനൊടുക്കി തിരിച്ചു പോകും. അവിടെ അമ്മയെയോ അച്ഛനെയോ സഹോദരനെയോ ഇനി സ്നേഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ ഒന്നും തന്നെ ഓർക്കാതെ അവർ ജീവൻ മടുത്ത് ജീവിതത്തിൽ നിന്നും ഒരു ഓട്ടമോടും. ഇവിടെയും സമാനമായ സംഭവം നടത്തിയിരിക്കുകയാണ്. കോട്ടയത്താണ് IT ജീവനക്കാരനായ യുവാവ് ജീവൻ ഒടുങ്ങുമ്പോൾ അല്ലെങ്കിൽ മരിച്ചു എന്ന വാർത്ത പുറത്തു വരുമ്പോൾ അതിന് പിന്നിലും സമാനമായ സംഭവമാണ്. കോട്ടയം കഞ്ഞിക്കുഴി താമസിക്കുന്ന യുവാവ് ഫ്ളാറ്റിൽ നിന്നും ചാടി മരിക്കുകയായിരുന്നു. ജേക്കബ് തോമസ് എന്ന 23 വയസ്സുകാരനാണ് മരിച്ചത്. കോട്ടയം കഞ്ഞിക്കുഴി മുടമ്പലത്തെ ഫ്ളാറ്റിലാണ് സംഭവം. ജോലി സമ്മർദ്ദമാണ് മരണത്തിലേക്ക് നയിച്ചത് എന്നാണ് പ്രാഥമിക നിഗമനം. ഞായറാഴ്ച പുലർച്ചെ 5:30 സംഭവം. കാക്കനാട് പ്രവർത്തിക്കുന്ന ലിൻവേഴ്സ് ടെക്നോളജീസ് എന്ന കമ്പനിയിലെ കമ്പ്യൂട്ടർ എഞ്ചിനീയറാണ് ജേക്കബ് തോമസ്. ജോലി സമ്മർദ്ദം താങ്ങാനാവുന്നില്ല എന്ന് ജേക്കബ് മാതാപിതാക്കളോട് പലതവണ പറഞ്ഞിരുന്നു. ശനിയാഴ്ച പുലർച്ചെ 2 മണിക്ക് ഇതുമായി ബന്ധപ്പെട്ട വീഡിയോ സന്ദേശം ജേക്കബ് അമ്മയ്ക്ക് അയക്കുകയും ചെയ്തിരുന്നു. ഉറങ്ങാൻ പോലും സാധിക്കാത്ത രീതിയിൽ ജോലി സമ്മർദ്ദം താങ്ങാനാകുന്നില്ല എന്നാണ് ഈ വീഡിയോ സന്ദേശത്തിൽ പറയുന്നത്. അതിന് പിന്നാലെയാണ് ആത്മഹത്യയും. രാത്രിയിൽ ഏറെ വൈകി ജേക്കബ് ഫ്ളാറ്റിലിരുന്ന് ജോലി ചെയ്തിരുന്നതായി ബന്ധുക്കൾ പറയുന്നു. അമിത ജോലി സമ്മർദ്ദത്തിലായിരുന്നു എന്നും ജേക്കബ് എന്നാണ് ബന്ധുക്കൾ പറയുന്നത്. പുലർച്ചെ മാതാപിതാക്കൾ എഴുന്നേറ്റപ്പോൾ മകനെ ഫ്ളാറ്റിൽ നിന്ന് വീണ് മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ഈസ്റ്റ് പോലീസ് സ്ഥലത്തെത്തി മൃതദേഹം കോട്ടയം ജില്ലാ ജനറൽ ആശുപത്രിയിൽ മോർച്ചറിലേക്ക് മാറ്റി. അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിട്ടുണ്ട്. ഡിഗ്രി പഠനത്തിന് ശേഷം കഴിഞ്ഞ ഡിസംബറിലാണ് ജേക്കബ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറായി ജോലിയിൽ പ്രവേശിക്കുന്നത്. ജോലിയിൽ പ്രവേശിച്ച് 4 മാസം കഴിയുമ്പോഴാണ് യുവാവിന്റെ ആത്മഹത്യ. കുടുംബം പോലീസിൽ പരാതി നൽകിയിട്ടുമുണ്ട്. അതേസമയം കാനഡയുടെ തലസ്ഥാനമായ ഒഡോവയ്ക്കടുത്തുള്ള ടൗൺഷിപ്പിൽ ഇന്ത്യൻ പൗരൻ കുത്തേറ്റ് മരിച്ചു. വെള്ളിയാഴ്ചയാണ് ഗുജറാത്തിലെ ഈ ഭവത് നഗർ ജില്ലയിൽ നിന്നുള്ള 27 വയസ്സുകാരനായ ധർമേഷ് കതിരിയ കൊല്ലപ്പെട്ടത്. ഒന്റാറിയോയിലെ റോക്ക്ലാൻഡിൽ ഭാര്യയ്ക്കൊപ്പം താമസിച്ചിരുന്ന ധർമേഷ് കതിരിയ കെട്ടിടത്തിലെ പൊതുവായ അലക്കുമുറിയിൽ നിന്ന് പുറത്തു വരുമ്പോൾ അയൽക്കാരൻ കുത്തുകയായിരുന്നുവെന്നാണ് റിപ്പോർട്ട്. 60 വയസ്സ് തോന്നിക്കുന്ന ഒരു വെള്ളക്കാരനാണ് ആക്രമണം നടത്തിയത് എന്നാണ് സൂചന. കഴിഞ്ഞ വർഷമാണ് കതിരിയയുടെ ഭാര്യ കാനഡയിൽ എത്തിയത്. സംഭവം നടക്കുമ്പോൾ ഭാര്യയുടെ നിലവിളി കേട്ടതായും ദൃക്സാക്ഷികൾ പറയുന്നു. 2019 രാജ്യാന്തര വിദ്യാർത്ഥിയായി കാനഡയിൽ എത്തിയ കദ്രിയ വർക്ക് പെർമിറ്റിൽ ജോലി ചെയ്യുകയായിരുന്നു. കദ്രിയ മാനേജറായി ജോലി ചെയ്തിരുന്ന റോക്ക്ലാൻഡിലെ മിലാനോ പിസയ്ക്ക് സംഭവത്തെ തുടർന്ന് ഉടമസ്ഥ അവധി നൽകിയിട്ടുണ്ട്. സംഭവത്തിൽ ഒരു പ്രതിയെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ദുഃഖിതരായ കുടുംബത്തിന് സാധ്യമായ എല്ലാ സഹായവും നൽകുന്നതിന് പ്രാദേശിക കൂട്ടായ്മയുമായി ബന്ധപ്പെടുന്നുണ്ടെന്നും ഒഡോവയിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷൻ അറിയിച്ചിട്ടുണ്ട്.